കന്നഡ സിനിമ വേൾഡ് ലെവലിലേക്ക് മാറുന്നതിൽ ഹൊമ്പാലെ ഫിലിംസിന്റെ അടുത്തൊരു വലിയ സംഭാവനയാണ്. എങ്ങനെയുണ്ട് പുള്ളിക്കാരന്റെ പെർഫോമൻസ്? പീക്കണോ? ഞെട്ടിയോ? പീക്ക് ലെവല് എങ്ങനെയുണ്ടായിരുന്നു? ജയറാമേട്ടൻ ജയറാമേട്ടന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായി? അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ, വേറെ ലെവൽ. നമ്മുടെ നാഷണൽ അവാർഡ് പുള്ളി തൂക്കിയോ? എങ്ങനെ നാഷണൽ അവാർഡ് തൂക്കുവോ? പറയാൻ പറ്റൂല. ആണല്ലേ? ജയറാമേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ജയറാമേട്ടനെ കുറിച്ച് പറയാനുള്ള നമ്മളിപ്പം മലയാളത്തിൽ നിന്ന് നമ്മുടെ നടന്മാരെ അന്യഭാഷയിലേക്ക് കൊണ്ടുപോയിട്ട് പ്രസന്റ് ചെയ്യുന്ന രീതി കാണുമ്പോൾ നമ്മൾ മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും. പക്ഷേ ഇതിനകത്തുള്ള ജയറാമിനെ പോലും ഒരു ഭാവപ്പടച്ചുള്ള ഒരു സീനെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം ആ ഒരു കാലിബറുള്ള നടൻ, ആ ഒരു ഗെറ്റപ്പിലേക്കോ അങ്ങനെയുള്ള ഒരു ഭാവങ്ങളോ എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ പോലും ജയറാമിനെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അത് കൂടുതൽ പറഞ്ഞാൽ അതിനകത്ത് സ്പോയിലർ ആവുന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ ജയറാമേട്ടനെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം വെറുതെ ഒരു മലയാളം നടനെ ഒരു പാൻ ഇന്ത്യൻ ആക്കാൻ വേണ്ടി നമ്മുടെ ഒരു വലിയ നടനെ കൊണ്ടുപോയതല്ല. ജയറാമേട്ടനെ അങ്ങനെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒരു വിഷ്വൽ ട്രീറ്റ് കാണണമെങ്കിൽ ഇവിടെ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഒരു ഭാഗത്തിൻ്റെ ഒരു 100 ഇരട്ടി ഇന്നത് മുടക്കിയിട്ടുണ്ട്. അത്രയാണ് വിഷ്വൽ ട്രീറ്റ്. ഇത് OTT കാണരുത്, ഇത് മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടമാണ്. അടിപൊളിയായിട്ട് ജയറാമൊക്കെ കലക്കിയിട്ടുണ്ട്. വേറെ ലെവല് എന്ന് വെച്ചാൽ ജയറാം ഞാൻ ഇൻട്രോയിലായിട്ട് ജയറാം എന്തിനാന്ന് ഓർത്തു. പക്ഷേ ഇൻട്രോയിൽ കഴിഞ്ഞ് ജയറാം കൊണ്ട് വിളയാടുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. വേറെ പടത്തിൽ വേറെ മറ്റുള്ള ഭാഷകളിൽ ജയറാമിനെ കാണുന്നവരൊന്നുമല്ല. ഇത് കിടിലൻ വിഷു പടം അടിപൊളി. എനിക്ക് കൂടുതലും വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് ഇന്ത്യൻ സിനിമ. എൻ്റെ ദൈവമേ എന്നാ വീട്ടിലെ പെർഫോമൻസ് അറിയോ? മേക്കിംഗ് വയസ്സായാലും VFX ടോപ്പ് ക്വാളിറ്റി VFX ഒക്കെ അടിപൊളി. ആൻഡ് രാജേഷ് ഋഷി ഈ പറഞ്ഞ പോലെ കന്നഡ ഇൻഡസ്ട്രിയിൽ നാഷണൽ അവാർഡ് കിട്ടണമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു പെർഫോമൻസ് കൂടുതൽ നാഷണൽ അവാർഡ് സാർ. ആൻഡ് മേക്കിംഗ് ആയാലും ത്രൂ ഔട്ട് ദ മൂവി ആൻഡ് ജയറാമേട്ടന് കൊടുത്ത റോൾ എങ്ങനെയാണ് റോൾ എടുക്കാൻ പുറത്തു ഒത്തിരി സന്തോഷം. സൂപ്പർ മൂവി, രോമാഞ്ചായിരുന്നു. ഇത് കൂടുതൽ പറയാമല്ലോ, പോയിട്ടിരിക്കുക. അവാർഡ് ഉണ്ടോ, റെക്കോർഡ് ഉണ്ടോ, ബോക്സ് ഓഫീസ് ഫയർ. കിട്ടില്ല മൂവി. സീരിയസ്ലി വെരി ഹാപ്പി. ജയറാമേട്ടൻ ജയറാമേട്ടൻ പൊളിച്ചു. ഇങ്ങനെയാണ് പുറത്തെ റോൾ ചെയ്യാൻ. എന്ത് അടിപൊളിയാണ്. ഒന്നും പറയാം. കിട്ടില്ല റോള്. ആസ് എ മേക്കർ, ആസ് എൻ ആക്ടർക്ക് കാണുമ്പോൾ ഒരു പ്രൂഫ്. നല്ല പടമായിരുന്നു. ജയറാം വേറൊരു ലെവലില് നമ്മൾ കാന്താരം കണ്ടത് കാരണം നമുക്ക് നല്ല ഒരു അനുഭവമായിരുന്നു. തിയേറ്റർ കണ്ടപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഏതാ തിയേറ്ററിലെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതല്ല അമിതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലതാണ്. ഇപ്പോഴത്തെ തലമുറ എങ്ങനെ എടുക്കുന്ന അറിയത്തില്ല. ഇഷ്ടമാണ്. ജയറാം വേറെ ലെവലിലേക്ക് മാറിയിട്ടോ. നമ്മൾ രോമാന്റെ കാശ് പൊള്ളിക്കുന്ന ഓരോരോ ഷീറ്റുകളുടെ നീക്കങ്ങളായാലും അഭിനയമായാലും നമ്മൾ ഇപ്പോഴും പറയുന്നുണ്ട് കൈകാത്ത രോമാൻ. നാഷണൽ അവാർഡ് കൊണ്ടുപോയോ? നാഷണൽ അവാർഡ് അതിനൊക്കെ മേളയെന്ന് ഒരു അവാർഡ് ഉണ്ടെങ്കിൽ അതും ഏകദേശം കൊണ്ടുവന്ന തരത്തിലാണ് രാജ്യഷീറ്റ് നമ്മളെ കൊണ്ടുവരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് എൻ്റെ ആ ഒരു ഇത് മാറിയിട്ടില്ല. അതുപോലൊരു പടമാണ് എനിക്ക് പറ്റുന്നില്ല. എനിക്ക് അതിനെങ്ങനെ വിലയിരുത്തും? അതായത് ബഡ്ജറ്റ്, അതായത് നല്ല സിനിമ വന്നെങ്കിൽ ബഡ്ജറ്റ് മാറ്റർ അല്ല, ആൾക്കാർ കയറാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നല്ല സിനിമ വന്നാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതായത് നമുക്കറിയാം കാന്താര ആദ്യം ഒരു തിരക്കുണ്ടായില്ല, പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പബ്ലിസിറ്റി കൊണ്ട് ഹിറ്റായ ഒരു പടമാണ് നമ്മുടെ കാന്താര. അതേപോലെ തന്നെ ഈ ഒരു സിനിമയും പബ്ലിസിറ്റിയോട് നല്ല ലെവലിലേക്ക് എത്തുന്നു തോന്നുന്നുണ്ട്. 1000 കോടി 2000 കോടി അങ്ങനെയല്ല, എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടാമെന്നുള്ള സംഭവമാണ് ഏറ്റവും വലിയ കാര്യം. ഋഷഭ് ഷെട്ടിയുടെ റിട്ടേൺ നല്ല രീതിയിൽ തന്നെ ആളെ എഴുതി വെച്ചിട്ടുണ്ട്. ഡയറക്ഷൻ അടിപൊളിയാണ്. പെർഫോമൻസ് ഒരു രക്ഷയില്ല. പുള്ളിക്ക് വേണ്ടിയിട്ടുള്ളൊരു, അത് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണത്. എല്ലാവരും തിയേറ്ററിൽ വന്ന് മസ്റ്റായിട്ട് കാണേണ്ട ഒരു മൂവിയാണ്. എപ്പിക് മൂവിയാണ്. ക്ലൈമാക്സിലിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് രോമാഞ്ചം വന്നു. നിങ്ങൾക്കും ആ ഫീൽ കിട്ടുന്ന എനിക്ക് ഉറപ്പാണ്. 100% ഷുവറാണ്. ക്ലൈമാക്സ് അത്ര എന്താ പറയുക, അത്ര ഇതാണ്, എപ്പിക് സാധനമാണ്. ഈ സിനിമയിൽ ഗംഭീര മേക്കിംഗ് ആണ് ഒന്നാമത് ഋഷഭ് ഷെട്ടി. കാരണം കാന്താര അവർ ആദ്യത്തെ മൂവി ഇറങ്ങിയിട്ട് ആ ഒരു എക്സ്പെക്റ്റേഷനിൽ രണ്ടാമത്തെ പടം ചെയ്യുക, അത് എനിക്കൊന്ന് കാന്താരയുടെ ലാസ്റ്റ് ഒരു 10-20-25 മിനിറ്റാണ് നമുക്കൊരു
ഗൂസ് ബം മൊമെന്റ് പറഞ്ഞാൽ അങ്ങനെയുണ്ട്. പക്ഷേ ഈ പടത്തിന് ത്രൂ ഔട്ട് ആ കാലഘട്ടം സെറ്റ് ചെയ്ത മുതൽ ലാസ്റ്റ് വരെയുള്ള സീനുകൾ വരെ ശരിക്കും ഞെട്ടിക്കുന്ന രീതിയിലാണ് ഋഷഭ് ഷെട്ടി അത് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർവെൽ ബ്ലോക്ക്, അതുപോലെയുള്ള ഓരോ ബ്ലോക്കുകളും വേറെ വേറെ ഭയങ്കരമായി ഗൂസ് ബംപ് നമ്മൾ പറഞ്ഞും അറിയുന്നത് ശരിക്കും തിയേറ്ററിൽ അനുഭവിച്ച ഒരു സിനിമയാണ് കാന്താര ചാപ്റ്റർ 1 എന്നുള്ള മൂവി. അതിൽ അവസാനത്തെ അദ്ദേഹത്തിന് ഒരു ഭാവപ്പാർച്ചയുണ്ട് ലാസ്റ്റ് 15 മിനിറ്റൊക്കെ ഗംഭീരമാണ്. ഒന്നാമത് അജനീഷിൻ്റെ ആ ഒരു വരാഹരൂപം എന്നുള്ള ആ ഒരു BGM അതൊക്കെ ഒരു തിയേറ്ററിനകത്ത് വേറൊരു വേൾഡിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ്. അപ്പോൾ നാഷണൽ അവാർഡ് എന്തുകൊണ്ടും അറിയിക്കുന്നു എന്ന് ആദ്യത്തെ പാർട്ടി തെളിയിച്ചു. ഈ വർഷത്തെ നാഷണൽ അവാർഡ് ഇനി വേറെ ആരും നോക്കണ്ട. 2025 നമുക്ക് 27-ലോ 28-ലോ ആയിരിക്കും അനൗൺസ് ചെയ്യുക. അത് വേറെ ആരും നോക്കണ്ട എന്ന് തന്നെ തോന്നുന്നു. കാരണം അത്രയ്ക്കും ഡിസേർവിങ് ആണ് ഈ ഒരു സിനിമ. നമ്മൾ പുഷ്പ പോലുള്ള സിനിമകൾക്ക് കിട്ടുമ്പോൾ അവരൊക്കെ ആ മേക്കേഴ്സൊക്കെ ഇതൊക്കെ ഇരുന്ന് കാണണം എന്നാണ് തോന്നുന്നത്. അതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. പക്ഷേ ഇതിനകത്ത് ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ആ ഒരു ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള സ്റ്റോറി, ഒന്നാമത് ആ ഒരു നാട്ടിൽ നടക്കുന്നതും നമ്മുടെ പുരാണങ്ങളും മിത്തുകളായിട്ട് ചേർന്ന് നിൽക്കുന്ന കഥ, നാടുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കഥ, എന്തുകൊണ്ടൊരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ് കാന്താര. അതുപോലെ തന്നെ നമുക്കറിയുന്ന പോലെ ഈ കോസ്റ്റൽ ഏരിയയുള്ള നമ്മുടെ ഷെട്ടിയും ഇവരുടെ ബ്രദേഴ്സ്, അവരുടെ അടുത്തൊരു സംരംഭം അടിപൊളിയാണ് സിനിമ. ഏത് ഭാഷയിലുള്ളവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഗംഭീരമായ മൊമെൻറ്റ്സ് ഉള്ള അടിപൊളി സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത്. ഓരോ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡൊക്കെ ബ്രില്യൻ്റ് ആണ്. VFX ആണെങ്കിലും പക്കയാണ്. കംപ്ലീറ്റ് ആണെന്ന് പറയുന്നില്ല, എന്നാലും നമ്മൾ വലിയ മാർവൽ മൂവിയാസ് ഇത് കമ്പയർ ചെയ്തത്. പക്ഷേ ആ പടത്തിൻ്റെ ഫീല് നൽകുന്നതിൽ എന്തായാലും ആ VFX എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ട് ജയറാമേട്ടനെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സിനിമയിൽ. കാന്താര ഫസ്റ്റ് സെക്കൻഡ് ഏതാണ്? സെക്കൻഡ് ഓഫ് കോഴ്സ് കാന്താര ഫസ്റ്റിൻ്റെ അവസാനത്തെ ഒരു 20 മിനിറ്റാണ്. എനിക്ക് പേഴ്സണലി കാന്താരയുടെ ഫസ്റ്റിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള കോമഡി, ഒരുപാട് ബോഡി ഷേമിങ് പോലുള്ള അത് പടത്തിന് ശേഷം ഒരുപാട് വിമർശിച്ചാണ്. ഇതിനകത്ത് പക്ഷേ ആ ഒരു വേൾഡ് ബിൽഡിങ്ങിൽ ശരിക്കും ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയി. അതിൽ തന്നെ വളരെ പ്ലെയിനായിട്ട് കഥ പറഞ്ഞു പോകാതെ ഒരുപാട് ട്വിസ്റ്റുകൾ അതിനിടയ്ക്ക് തന്നെ വരുന്നുണ്ട്. വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള മൊമെൻറ്റ്സ് വരുന്നുണ്ട്. അത് അജനീഷിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല. വരാഹ രൂപത്തിൻ്റെ ട്യൂണ് തന്നെ കേൾക്കാൻ തന്നെയാണ് ആറ്റ്മോസ്ഫിയർ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗൂസ് ബംസ് വരുന്നു. അതിനിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ്, പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ എഴുത്ത്, ആ ഓരോ ക്യാരക്ടറും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി പോയിട്ടുണ്ട്. ഗംഭീരമായ തിയേറ്റർ അനുഭവമാണ്. ചാപ്റ്റർ 2 ഓഫ് കോഴ്സ് എന്ന് ഫസ്റ്റിലും മേലെ നിൽക്കുന്നു ഈ പടം.